HP Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SMPSന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു മൊബൈൽ ചാർജർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണിത്. അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ SMPS വഴി നമ്മൾ മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യാമെന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ബക്ക് കൺവേർട്ടറാണ്. ഇത് 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് 5 വോൾട്ട് ഒരു മൊഡ്യൂളാണ്. 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്നൊരു മൊഡ്യൂളാണിത്. ഓക്കെ, ഇനി ഇത് നമുക്ക് കണക്ഷൻസ് ഒന്ന് നോക്കാം, അതിൻ്റെ എങ്ങനെയാണ് കൊടുക്കാവുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഇതിൽ 12 വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന പോർട്ട് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ USB കേബിൾ വഴി നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ബക്ക് കൺവേർട്ടറിൻ്റെ ഇവിടെ കണക്ഷൻസ് കൊടുക്കുക. പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. അപ്പോൾ ഒരു വയർ നമ്മൾ അതിനായിട്ട് കണക്കാക്കുക. ഇതിൽ ഞാൻ ബ്ലൂ കളർ ആണ് പോസിറ്റീവിന് കൊടുത്തത്, വൈറ്റ് ആണ് നെഗറ്റീവിന് കൊടുത്തത്. ഇത് സ്ക്രൂ ടൈപ്പ് ആണ്. ഇത് പല മോഡൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് സോൾഡർ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഇത് ഇൻപുട്ട് കൊടുക്കുന്ന ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് 12 വോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് SMPSലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. SMPS ഒന്ന് ഓണാക്കാം. പവർ കൊടുത്തു, ഇപ്പോൾ ഓണാക്കി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ IR ഷോർട്ട് ചെയ്താലേ ഈ SMPS ഓണായി കിട്ടൂ. അപ്പോൾ നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ 20 ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇത് നമ്മൾ ഹാർഡ് ഡിസ്കിൽ പവർ കൊടുക്കുന്ന ഒരു പോർട്ടാണിത്. ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ 12 വോൾട്ടാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു കൺവേർട്ടറിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ 12 വോൾട്ട് ഇൻപുട്ട് തരുന്ന സപ്ലൈ വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണ്. യെല്ലോ ബ്ലാക്ക് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യെല്ലോ ബ്ലാക്ക് വയർ നമ്മൾ ബക്ക് കൺവേർട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് USB കേബിൾ വഴി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാം. USB കേബിൾ കണക്ട് ചെയ്താൽ ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട്, ഇതിലൊരു 5 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ റെഡ് വയറിൽ നമുക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. റെഡും ബ്ലാക്കും കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നേരിട്ട് അതിൽ ചാർജ് ചെയ്യാവുന്നതാണ്. അത് പൊളാരിറ്റി മാറാതെ USB കേബിൾ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അതിൽ മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. 5 വോൾട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് 12 വോൾട്ട് ഒരു ബക്ക് കൺവേർട്ടർ വാങ്ങിയാൽ അതിലേക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ ഞാൻ എൻ്റെ ഒരു അറിവ് ഇതിൽ ഷെയർ ചെയ്ത് തന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം.